തിരുവചനം തിരുവചനം. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിൻ്റെ വചനത്തിലൂടെ വെളിപ്പെടുന്ന നിൻ്റെ സാന്നിധ്യം നിരന്തരം അനുഭവിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. നിൻ്റെ കരുണയ്ക്ക് യോഗ്യരല്ലെങ്കിലും നിൻ്റെ കരുണയാലെ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ, നിൻ്റെ വഴിയെ ചരിക്കുവാൻ നിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. വളരെ ദീർഘമായ വലിയ ഒരു വചനഭാഗമായതുകൊണ്ട് അത് മുഴുവൻ ഞാൻ വായിക്കാൻ മുതിരുന്നില്ല. അതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ എടുക്കുക, ബൈബിളിൽ നിങ്ങളത് കാണണം. നമ്മൾ ഓരോ ഭാഗവും ധ്യാനിച്ച് പോകുന്നതനുസരിച്ച് നിങ്ങളുടെ ബൈബിളിൽ നിങ്ങളത് വായിക്കുകയും ചെയ്യുക. മടി പിടിച്ച് ഇത് കേൾക്കുന്നവരാകാതെ നല്ല മനസ്സോടെ ബൈബിൾ എടുത്ത് തുറന്നു വയ്ക്കുക. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ബെത്സൈദായിലെ രോഗശാന്തിയാണ്. നമുക്കറിയാം, വളരെ പരിചിതമായ പാട്ടൊക്കെ ഉണ്ട്. ബെത്സൈദ കുളക്കരയിലെ രോഗി പോലെ ഞാൻ കിടക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പാടാറുണ്ട്. അതുപോലെയാണ്. അപ്പോൾ ഈ ബെത്സൈദായിലെ രോഗശാന്തി ഈ യോഹന്നാന്റെ സുവിശേഷം 5, 6, 8 അധ്യായങ്ങളിലൊക്കെ നമ്മൾ കാണുന്നൊരു ശൈലിയുണ്ട്. അതായത് ഈശോ ആദ്യം ഒരു കാര്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്യും, അവതരിപ്പിക്കും. ഒരു രോഗശാന്തി ആയിരിക്കാം, ഒരു അത്ഭുതമായിരിക്കാം, ഈശോ അത് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്തിൽ, അധ്യായത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ വ്യാഖ്യാനമാണ്. ഈശോ അതിനെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഉദാഹരണത്തിന് 5-ാമത്തെ അധ്യായത്തിൽ ഈ ലോക നിയമങ്ങൾക്കുമേൽ, ലോകശക്തികൾക്കുമേൽ, രോഗങ്ങൾക്കുമേൽ എനിക്കുള്ള അധികാരം, സാപത്തിൻ്റെ മേൽ എനിക്കുള്ള അധികാരം ഈശോ വെളിപ്പെടുത്തുകയാണ് ബെത്സൈദ കുളക്കരയിലെ രോഗശാന്തി വഴി. എന്നിട്ടോ പിന്നെ വരുന്ന ഭാഗം നിങ്ങൾ ബൈബിളിൽ നോക്കിക്കേ. പിന്നെ വരുന്ന ഭാഗം, അടുത്ത തലക്കെട്ട് പുത്രൻ്റെ അധികാരം. പുത്രൻ്റെ അധികാരത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുകയാണ്. തൊട്ടടുത്ത അധ്യായവും ഇതുപോലെ തന്നെയാണ്. 6-ാം അധ്യായത്തിൻ്റെ ആദ്യ സംഭവം ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നു, അപ്പം വർദ്ധിപ്പിക്കുകയാണ്. അത് അപ്പത്തിൻ്റെ മേൽ എനിക്കുള്ള അധികാരം ഈശോ കാണിക്കുകയാണ്. എന്നിട്ടോ പിന്നെ പഠിപ്പിക്കുന്നത് ഞാൻ ജീവൻ്റെ അപ്പം എന്നുള്ളത് ഈശോ പിന്നെ പഠിപ്പിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷത്തിലെ ഈ അധ്യായങ്ങൾ 5, 6, 8 അധ്യായങ്ങളുടെയൊക്കെ പൊതുശൈലിയാണിത്. ആദ്യം അവൻ ഒരു അത്ഭുതം ചെയ്യും, അതിൻ്റെ പിന്നാലെ ആ അത്ഭുതത്തിൻ്റെ, രോഗശാന്തിയുടെ ചുവട് പിടിച്ച് അവൻ പഠിപ്പിക്കും, ഈശോ പഠിപ്പിക്കും. ഇവിടെ അങ്ങനെ ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ഒരു 5 കാര്യങ്ങളാണ്. 5 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഈശോ തിരുനാളിൽ പങ്കെടുത്തു. ഈശോ ഒരു ജെറുസലേമിൽ ഒരു തിരുനാളിൽ പങ്കെടുത്തപ്പോൾ നടന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് ഈ സിനിമയിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ സീൻ ബൈ സീനാണ് ഈ ഭാഗം യോഹന്നാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷകൻ്റെ പ്രത്യേകത, അതൊരു മാസ്റ്റർ ഗോസ്പലാണ്. ഏറ്റവും അവസാനം എഴുതപ്പെട്ട സുവിശേഷമായതുകൊണ്ട് വെൽ സ്റ്റഡീഡ്, കീറി മുറിച്ച് കൃത്യം പഠിച്ച് കൃത്യമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. 4 സീനുകൾ കാണാം നമുക്കിതിനകത്ത്. ആദ്യം ഈശോയും ഈ തളർവാദ രോഗിയും തമ്മിലുള്ള ഒരു രംഗമുണ്ട്. അവിടെ ഈശോയും അവനും മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോഴേക്കും ഈശോ മാറും. അടുത്ത ഷോട്ട്, അടുത്ത രംഗം, അടുത്ത സീൻ വേറെയാണ്. അടുത്ത സീൻ എന്താണ്? പിന്നെ യഹൂദരും ഈ തളർവാദ സുഖപ്പെട്ടവനും തമ്മിലുള്ള രംഗമാണ്. അവർ തമ്മിലുള്ള ചോദ്യോത്തരങ്ങളാണ്. അത് കഴിഞ്ഞിട്ടോ വീണ്ടും ഈശോയും രോഗിയും സുഖപ്പെട്ടവനും തമ്മിലുള്ള സംസാരമാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈശോയും യഹൂദരും തമ്മിലുള്ള സീൻ. അങ്ങനെ 4 സീനായിട്ട് വളരെ ചിട്ടയായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു അത്ഭുത ഭാഗമാണ് ഈ സുവിശേഷം. ഞാൻ പതിവായിട്ട് പറയാറുള്ള അതേ ഡയലോഗ് ഇപ്പോഴും ആവർത്തിക്കുകയാണ്. ഇത് സുവിശേഷ പഠനമാണ്, ധ്യാനം അതിൻ്റെ ഒപ്പം നടന്നു പോവുകയാണ്. നമ്മൾ ഇതിൻ്റെ പുറത്തോട്ട് എങ്ങും പോകുന്നില്ല. ഈ സുവിശേഷ ഭാഗം മാത്രം തുറന്നു വെച്ചാൽ നമുക്കിതിങ്ങനെ ധ്യാനിച്ചു പോകാം. ഞാൻ പറഞ്ഞു 5 കാര്യങ്ങൾ. അതിനകത്ത് ഒന്നാമത്തത് ഈശോ തിരുനാളിൽ സംബന്ധിച്ചു. ബാക്കി 4 സീൻസ്, ഇതാണ് 4 രംഗങ്ങൾ, അതാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഒന്നാമത്
ഈശോ ജെറുസലേമിൽ തിരുനാളിൽ പങ്കെടുത്തു. ജെറുസലേം ദേവാലയത്തിൻ്റെ ചുറ്റുപാടിൽ ഈശോ പ്രാർത്ഥിക്കാനായി വന്നിരിക്കുകയാണ്. അതൊരു നല്ല രംഗമാണ്, സൗന്ദര്യമുള്ള ഒരു രംഗമാണ്. നോക്കുകയെ, ദൈവപുത്രനായിരുന്നിട്ട് കൂടി അവൻ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ്. ചുറ്റുമുള്ള സഹജീവികളോട് ചേർന്ന് അവൻ പ്രാർത്ഥിക്കാൻ വന്ന്. പള്ളിയോട് എപ്പോഴും ബന്ധമുണ്ട് ഈശോയ്ക്ക്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അങ്ങനെയാണ് അവൻ്റെ അപ്പനും അമ്മയും അവനെ വളർത്തിയത്. 12-ാം വയസ്സിൽ ഈശോയെ ദേവാലയത്തിൽ കാണാതെ പോകുന്ന സംഭവം വിവരിക്കുമ്പോൾ സുവിശേഷം എഴുതിയിട്ടിരിക്കുന്ന കാര്യം, പതിവ് പോലെ ജെറുസലേമിലെ തിരുനാളിന് അവർ പോകുമ്പോൾ അങ്ങനെ ശീലിപ്പിക്കപ്പെട്ടു കുഞ്ഞുനാൾ മുതൽ. അങ്ങനെ ഒരു അപ്പനും അമ്മയ്ക്കും വളർന്നത്, അപ്പൻ്റെയും അമ്മയുടെയും മകനായി വളർന്നു വന്നതുകൊണ്ട് ഈശോയ്ക്ക് കിട്ടിയ പല പുണ്യങ്ങളിൽ, സുഹൃതങ്ങളിൽ ഒന്നാണ് ദേവാലയവുമായുള്ള ബന്ധം. നമുക്കും അതൊരു പാഠമാകണം. അങ്ങനെ വളരുന്ന കുഞ്ഞുങ്ങൾ ദേവാലയത്തിൻ്റെ പരിസരത്തിൽ, ദേവാലയത്തിൽ മാതാപിതാക്കൾ കൊണ്ടുപോയി വളരുന്ന കുഞ്ഞുങ്ങൾ പ്രായം തല്ലായാലും വീണ്ടും ദേവാലയത്തിൻ്റെ ചുറ്റുപാടൊക്കെ ദൈവാരാധനയും പ്രാർത്ഥനയ്ക്കും സമയം ചെലവഴിച്ചുകൊണ്ട് കാണും എന്നത് സുവിശേഷത്തിൻ്റെ സത്യമാണ്. അങ്ങനെ ഈശോ ഈ ദേവാലയത്തിൽ ഈ തിരുനാൾ ദിവസങ്ങളിൽ ചെന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശം, ഈശോയ്ക്കറിയാം അത്യാവശ്യം ദൈവി കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരാണ്, അതിനകത്ത് താല്പര്യമുള്ളവരാണ് ദേവാലയത്തിൻ്റെ ചുറ്റുപാടുകളിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരോട് സുവിശേഷം പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്. ഈ കാരണങ്ങളാലാണ് ഈശോ ദേവാലയത്തിൽ തിരുനാൾ ദിവസത്തിൽ തിരുനാള് 3 കടമുള്ള തിരുനാളുകളുണ്ട് യഹൂദർക്ക്. അതിൽ ഏതെങ്കിലും ഒരു തിരുനാളാകാനാണ് സാധ്യത. ഏതൊക്കെയാണ് 3 കടമുള്ള തിരുനാളുകൾ? നിർബന്ധമായും യഹൂദര് ജെറുസലേം ദേവാലയത്തിൽ വന്നു ചേർന്ന് തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ട, നിയമം നിർബന്ധപൂർവം ശാഠ്യം പിടിക്കുന്ന 3 തിരുനാളുകൾ. ഒന്നാമത്തത് പെസഹ തിരുനാൾ, രണ്ടാമത്തത് കൂടാര തിരുനാൾ, മൂന്നാമത്തത് പെന്തക്കുസ്ത തിരുനാൾ. ഈ 3 തിരുനാളുകളിൽ യഹൂദർ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലായാലും ആ കാലങ്ങളിൽ ജെറുസലേം ദേവാലയത്തിൽ ഒരുമിച്ച് കൂടും ദൈവാരാധനയ്ക്കായി. അങ്ങനെ ഒരു തിരുനാളിൽ ഈശോ പങ്കെടുക്കുമ്പോൾ നടക്കുന്ന 4 രംഗങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആദ്യത്തെ രംഗം എന്താണ്? ആദ്യത്തെ രംഗം ഈ ബെത്സൈദ കുളമാണ്. ഒരു കുളം, ആ കുളത്തിൻ്റെ ചുറ്റും 5 മണ്ഡപങ്ങൾ. അവിടെ മനുഷ്യർ വിശ്രമിക്കുന്നു. രോഗികളുണ്ട്, അന്ധരായിട്ടുള്ളവരുണ്ട്, തളർവാദം പിടിച്ചു കിടക്കുന്നവരുണ്ട്, മുടന്തരായിട്ടുള്ളവരുണ്ട്, അവർ വിശ്രമിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു ലൊക്കേഷനാണ് നമ്മളെ ആദ്യം കാണിക്കുന്നത്. അവിടെ തളർവാദ രോഗിയായ 38 വർഷമായി തളർവാദ രോഗം പിടിപെട്ട് കിടക്കുന്ന ഒരാൾ. ഈ രണ്ടാമത്തെ സീനിൽ ഈ ഒന്നാമത്തെ ഈ ഷോട്ട് നമ്മൾ കാണുമ്പോൾ ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആശയം ഈശോയുടെ കരുണയാണ്, അവൻ്റെ അനുകമ്പയാണ്, ആർദ്രതയാണ്. അതായത് ഈശോ ഇവൻ്റെ അടുത്ത് വന്നിട്ട് ഇവനോട് സംസാരിക്കുകയാണ്. ഇവൻ്റെ വിഷമം ഈശോ മുമ്പേ അറിയുന്നു. നേരത്തെ അറിഞ്ഞിട്ടാണ് ഈശോ ഇവൻ്റെ അടുത്തേക്ക് വരുന്നത്. കാരണം ഇത്രയും കാലം ഇവൻ കുളത്തിലേക്ക് ഇറങ്ങാൻ കാത്തിരുന്നെങ്കിൽ ഇപ്പോൾ കുളം ഇവനെ തേടി വരികയാണ്. സൗഖ്യത്തിൻ്റെ കുളം ഈശോ തന്നെ അവനെ തേടി വരികയാണ്. ഈ മനുഷ്യൻ നിസ്സഹായ അവസ്ഥയിലേക്ക് ഈശോ എത്തുകയാണ്. നമ്മുടെ ചുറ്റും നമ്മളൊക്കെ തന്നെയും ഇവൻ്റെ പ്രതിനിധികളാണ്. ഇതുപോലത്തെ മനുഷ്യരാണ് നമ്മൾ. അതായത് നമ്മളൊക്കെ നിസ്സഹായരാണ്, പക്ഷേ ഒരു അതിഭൗമികമായ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോഴും കൺമുമ്പിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ, ഈശോയെ നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നു എന്നതാണ് നമ്മുടെ കാലത്തിൻ്റെ അപകടം. നമ്മളൊക്കെ ഒരു ഭൗമികമായ ഒരു ഇടപെടൽ ആഗ്രഹിക്കുന്നുണ്ട്. ബെത്സൈദ കുളത്തിൻ്റെ ചുറ്റുവക്കിലൊക്കെ നമ്മളിങ്ങനെ കിടക്കുകയാണ്. പക്ഷെ അതേ കൺമുമ്പിൽ ഈശോ വന്നിപ്പുണ്ട്, അനുഗ്രഹത്തിൻ്റെ നിറകുടമായ ഈശോ നിൽപ്പുണ്ട്. പക്ഷെ അവനെ കാണാൻ കഴിയാതെ പോകുന്നു. അപ്പോൾ ഈശോ ഇവൻ്റെ അടുത്ത് വന്നിട്ട് ഇവനോട് ആർദ്രതയോടെ സംസാരിക്കുന്നത്, എന്താ നിനക്ക് വേണ്ടത്, എന്താ നിൻ്റെ വിഷമം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നൊരു ഉത്തരമുണ്ട്. അതാണ് നമ്മുടെ ചങ്കിൽ കൊള്ളേണ്ടത്. നമ്മുടെ കാലത്ത് ഒരുപാട് പേര് കടന്നു പോകുന്ന വേദന, അത് ഇവന് പോലും ഏറ്റവും വലിയ വേദന തളർവാദമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവൻ്റെ ഏറ്റവും വലിയ നൊമ്പരം തളർവാദമായിരിക്കില്ല. ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് ഒരുപാട് വലിയ രോഗങ്ങളിലൂടെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെയൊക്കെ ചുറ്റുമുണ്ട്. അവരുടെ ഏറ്റവും വലിയ വേദന അതാണോ? എനിക്ക് സംശയമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ല എന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ നൊമ്പരം. എനിക്കാരുമില്ല എന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ നൊമ്പരം.
എല്ലാവരും ഉണ്ടായിട്ടും നമ്മളും പലപ്പോഴും ഈ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടില്ലേ? എനിക്കാരുമില്ല. കുഞ്ഞുനാൾ മുതൽ നമ്മൾ കരഞ്ഞതൊക്കെ ഏറ്റവും അധികം നൊമ്പരപ്പെട്ടത് എന്തിൻ്റെ പേരിലായിരുന്നു? എനിക്കാരുമില്ല. എനിക്കാരുമില്ലെന്നുള്ളതാണ് മനുഷ്യൻ്റെ ചങ്കു പിളർക്കുന്ന വേദന. അവിടെയാണ് ഈശോ വരുന്നത്. ഈ അനുഭവം നമുക്ക് സ്വന്തമാക്കണം. അത്തരം നൊമ്പരങ്ങളിലേക്കാണ് ഈശോ വന്നിട്ട് ഞാനുണ്ടടാ, ഞാനുണ്ട് നിനക്ക് കൂട്ട് എന്ന ഉറപ്പുമായി, കരുണയുടെ സാന്നിധ്യമായി ഈശോ വന്ന് നിൽക്കുന്നത്. അതനുഭവിക്കാൻ നമുക്ക് കഴിയണം. ആരുമില്ലെന്ന് പരിദേവനപ്പെട്ട് നീ വേദനിക്കുന്ന നിന്റെ നേരങ്ങളിൽ, നിന്റെ കണ്ണീരിൻ്റെ താഴ്വാരങ്ങളിൽ ഈശോ എത്തും നിനക്ക് കൂട്ടിനായി. വിശ്വസിക്കത്. അത് വലിയ വിശ്വാസത്തോടത് മനസ്സിലാക്ക്. ഈശോ ഉണ്ട്. ആരുമില്ലെന്ന് നീ പറയരുത്. ശരിയാണ്, കൂടപ്പറപ്പുകൾ ഇല്ലാണ്ടായിപ്പോയി. അവരാരും കൂടെ നിന്നില്ല. സഹനത്തിൻ്റെ ഗത്സമനിയിൽ രക്തം വിയർത്ത നേരത്ത് ആരും കൂടെ ഉണ്ടായിരുന്നില്ല എനിക്ക്. ശരിയാണ്, ആരും ഉണ്ടാകില്ല. ജീവിത പങ്കാളി എന്നുമെന്നും കൂടെ ഉണ്ടാകാമെന്ന് പരസ്പരം അൾത്താര മുമ്പിൽ വെച്ച് വേദഗ്രന്ഥത്തിന് മേൽ കൈയോട് കരം ചേർത്ത് വെച്ച് വാക്കു തന്നതാണ്. പക്ഷെ കണ്ടില്ല. ജോബിൻ്റെ അനുഭവം പോലെ ജീവിത പങ്കാളി ഉപേക്ഷിച്ചു പോവുകയാണ്, കൂടെ നിൽക്കുന്നില്ല. നമ്മൾ ഹൃദയം കൊടുത്ത് വളർത്തിയെടുത്ത മക്കള് കൂടെ നിൽക്കുന്നില്ല. ആരുമില്ലാത്തതിൻ്റെ നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തിരിച്ചറിയണം, ആരുമില്ലാതാകുന്നില്ല നീ, ഈശോയുണ്ട് നിനക്കെന്ന്. എന്നിട്ട് ഈ മനുഷ്യന് നിസ്സഹായതയിലേക്ക് എത്തിയിട്ട് ഈശോ അവന് സൗഖ്യം കൊടുക്കുന്ന രീതിയാണ് ഏറ്റവും സുന്ദരം. ഈശോ പറയുന്നത് അവനോട്, നീ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലോട്ട് പോ. നീ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലോട്ട് പോ. ഇതുവരെ ഈ ഭാഗം വരെ ഈശോയും ഈ തളർവാദ രോഗിയും തമ്മിലുള്ള രംഗമാണ്. നീ നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകൂ പറയുമ്പോൾ അത്ഭുതം, സൗഖ്യം അതിനു മുമ്പ് എപ്പോഴോ സംഭവിച്ചു കഴിഞ്ഞു. അവനത് അറിഞ്ഞിട്ടുകൂടിയില്ല. അത്ഭുതം, സൗഖ്യം സംഭവിച്ചു കഴിഞ്ഞു, അറിഞ്ഞിട്ടുകൂടിയില്ല. അപ്പോൾ ഈശോ പറയുകയാണ്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോ. എന്തുറപ്പിലാണ് ഇവൻ കിടക്കയെടുത്തത്? വിശ്വാസം. വിശ്വാസം. ചില ബന്ധനങ്ങളിലാണ് നമ്മളൊക്കെ, അടിമത്തങ്ങളിലാണ് നമ്മളൊക്കെ. രോഗത്തിൻ്റെ, പാപത്തിൻ്റെ, തഴക്കദോഷങ്ങളുടെ ബന്ധനങ്ങളിൽ കിടക്കുമ്പോൾ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞാൽ ഓർത്തേക്കണം, ബന്ധനങ്ങൾ പൊട്ടിക്കഴിഞ്ഞു, പൊട്ടിത്തുടങ്ങി. ഇനി എഴുന്നേക്ക്, ആ ചെളിക്കുഴിയിൽ നിന്ന് എഴുന്നേക്ക്. എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകാനാണ് ഈശോയുടെ ഓർമ്മപ്പെടുത്തൽ. ആ ആഹ്വാനത്തിന് ക്രിയാത്മകമായി യെസ് എന്ന് പറഞ്ഞ് ഉത്തരം കൊടുക്കുമ്പോഴാണ് ഈ സൗഖ്യത്തെ അനുഭവിക്കാൻ നമുക്ക് ഇവിടുന്ന് എഴുന്നേക്ക, നീ ഇനി ഇവിടെ ഇരിക്കരുത്, ഇവിടുന്ന് എഴുന്നേക്ക്. ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, കുമ്പസാരിച്ചിട്ടും ആ പാപമോചനത്തിൻ്റെ ഫീല് കിട്ടുന്നില്ല. പല കുമ്പസാരം കഴിഞ്ഞിട്ടും എനിക്ക് പാപം പോയോ സംശയമുണ്ട്. പാപം പോയി, പാപമോചനം നിനക്ക് അനുഭവിക്കാത്തതിൻ്റെ കാരണം ഇത് സംഭവിക്കുന്നില്ല. ഏതാണെന്നറിയാവോ? എഴുന്നേക്ക്, നീ ഇവിടുന്ന് എഴുന്നേറ്റ് പോ, ഈ സാഹചര്യത്തിൽ എഴുന്നേറ്റ് പോകുന്നില്ല. അവിടെ കിടക്കുന്നിടത്തോളം കാലം എഴുന്നേറ്റ് പോകാൻ പറയുന്ന അവൻ്റെ വാക്കുകളോട് ക്രിയാത്മകമായി പ്രതികരിക്കാത്തിടത്തോളം കാലം ഈ സൗഖ്യത്തെ, ഈ പാപമോചനത്തെ അനുഭവിക്കാൻ നമുക്ക് കഴിയാതെ പോകും. അതാണ് നമുക്ക് പറ്റുന്ന അപകടം. അപ്പോൾ ഒന്നാമത്തെ രംഗം ഇതായിരുന്നു, ഈശോയും ഈ തളർവാദ രോഗിയും തമ്മിലുള്ള ബന്ധം. അടുത്ത രംഗം, രണ്ടാമത്തെ രംഗം ഏതാണ്? ഇനി തമ്മിൽ കണ്ടുമുട്ടാൻ പോകുന്നത് യഹൂദര്, മത തീവ്രവാദികളെ പോലെ സംസാരിക്കുന്ന യഹൂദരും ഈ സുഖപ്പെട്ടവനും തമ്മിലുള്ള സംസാരമാണ്. അതായത് അങ്ങനത്തെ കൂട്ടരുണ്ട്. നമ്മൾ ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 9 വാക്യം തൊട്ടിങ്ങോട്ട് വായിച്ചു വരണം. സുഖം പ്രാപിച്ച മനുഷ്യനോട് യഹൂദര് പറഞ്ഞു, ഇന്ന് സാബത്താകിയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് ഇടപെടാൻ വരുന്ന യഹൂദര് മത തീവ്രവാദികളോളം ഭീകരരാണ് അവർ. അതായത് ഇവരെ മുന്നോട്ട് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയല്ല, മറിച്ച് കേവല നിയമങ്ങളാണ്. കേവല നിയമങ്ങളിലാണ് ഇവരുടെ വിശ്വാസം. ദൈവത്തിൻ്റെ ശക്തി എന്നതിനേക്കാൾ ഉപരിയായി. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന അപകടം, ഇവരുടെ ഹൃദയത്തിലെ നന്മ, കരുണ, സ്നേഹം വറ്റിപ്പോകും. അതായത് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, അത്രയും കാലം 38 വർഷം തളർവാദം പിടിച്ച് അവിടെ കിടന്നവൻ എഴുന്നേറ്റ് നടക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായി മനസ്സിൽ എള്ളോളം നന്മയുള്ള ഒരാൾ ചോദിക്കേണ്ട ചോദ്യം എങ്ങനെയാണ്? എടാ, ആരാ നിന്നോട് ഇത്രയും കരുണ കാണിച്ചേ? ആരാ നിന്നെ സുഖപ്പെടുത്തിയേ? ആരാ നിന്നെ ഇത്രയധികം സ്നേഹിച്ചത്, ഇങ്ങനെ എഴുന്നേൽപ്പിച്ച് നടത്തിയത്, ഇങ്ങനെ ഒരു അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്തത് ആരാണ് എന്നല്ലേ സ്വാഭാവികമായും ചോദിക്കേണ്ടത്. പക്ഷേ അങ്ങനെ കരുണ എള്ളോളം ഉള്ളിലില്ലാത്ത ഇവരുടെ ചോദ്യം എന്തായിരുന്നു? നിഷിദ്ധമാണ്, അരുത്, കിടക്കെടുക്കരുത്, സാപത്താണ്, നിഷിദ്ധമാണ്. നിയമങ്ങളിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ പരിച്ഛേദമാണ് ഇവർ.
അത് അപകടമാണ്. അതല്ല ദൈവം ആഗ്രഹിക്കുന്ന മതാത്മകത, അതല്ല ദൈവം ആഗ്രഹിക്കുന്ന നിയമപാലനം, അതല്ല ദൈവം ആഗ്രഹിക്കുന്ന ആരാധന എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അത് നമ്മുടെ ഫോക്കസ് മാറിപ്പോവുക. സ്നേഹവും കരുണയും ഒക്കെ വറ്റിയിട്ട് മുഴുവൻ നിയമങ്ങളെക്കുറിച്ചാണ് ചിന്ത. ആ നിയമം ലംഘിച്ചോ, ഈ നിയമം ലംഘിച്ചോ, ഈ നിയമം എന്തേ പാലിച്ചില്ല എന്നൊക്കെ. ദൈവശക്തിയിലും കരുണയിലും നമുക്കിനി വിശ്വാസമില്ലാതായി പോകും ഒരു പരിധിക്കപ്പുറം നിയമത്തിൽ ഇങ്ങനെ ആശ്രയിച്ചാൽ എന്നത് തിരിച്ചറിയണം ഈ സുവിശേഷ ഭാഗത്ത് നിന്ന്. എന്നിട്ടോ അടുത്ത രംഗം, 2 രംഗങ്ങൾ കഴിഞ്ഞു. ആരൊക്കെ തമ്മിലാണ് ഇപ്പോൾ കണ്ടുമുട്ടിയത്? ആദ്യം ഈശോയും തളർവാദ രോഗിയും തമ്മിൽ കണ്ടുമുട്ടി. കരുണയുടെ ഗന്ധമുള്ള ഒരു കണ്ടുമുട്ടൽ. അവന് സൗഖ്യം ലഭിക്കുന്നു, അവൻ എഴുന്നേറ്റ് പോകുന്നു, കഴിഞ്ഞു. രണ്ടാമത്തെ കണ്ടുമുട്ടൽ ആരൊക്കെ തമ്മിലായിരുന്നു? യഹൂദരും സുഖപ്പെട്ടവനും തമ്മിലുള്ള കണ്ടുമുട്ടൽ. ഇത് മതാത്മക ഭീകരതയുടെ കണ്ടുമുട്ടലാണ്, കഴിഞ്ഞു. മൂന്നാമത്തത് ഇനി ആരാ കണ്ടുമുട്ടെന്നറിയാമോ? ഈശോ വീണ്ടും ഈ സുഖപ്പെട്ടവനെ കാണുകയാണ്. അടുത്ത വാക്യങ്ങളിൽ നിങ്ങൾ കാണുന്നുണ്ട്. 14-ാം വാക്യം, 5:14, യോഹന്നാൻ 5:14. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ. അതൊരു നല്ല കാര്യമാണ്. രണ്ടാമത്തെ വട്ടം ഈശോയിൽ നിന്ന് സൗഖ്യം സ്വീകരിച്ചവനെ ഈശോ പിന്നീട് കാണുന്നത് എവിടെ വെച്ചാണ്? ദേവാലയത്തിൽ വെച്ചാണ്. എന്തിനു വന്നതാണ് അവൻ? നന്ദി പറയാൻ. സൗഖ്യം കിട്ടിയവര്, ദൈവാനുഗ്രഹം കിട്ടിയവര് പിന്നെ വസിക്കേണ്ട ഇടം എവിടെ വന്നറിയാമോ? ദേവാലയം. കർത്താവെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ പറ്റണം. സങ്കീർത്തനം 104, 100-ാം സങ്കീർത്തനം 4-ാം വാക്യം നമുക്കറിയാവുന്നതാണ്. ഈ 100-ാം സങ്കീർത്തനം ചൊല്ലിക്കൊണ്ടാണ് ഇസ്രായേൽ ജനം ജെറുസലേം ദേവാലയത്തിലേക്ക് കയറിക്കൊണ്ടിരുന്നത്. നമ്മൾ സപ്ര പ്രാർത്ഥനയിലൊക്കെ ചൊല്ലാറുള്ള സങ്കീർത്തനമാണ്. ഇതെങ്ങനെയാണ്? നന്ദി പറഞ്ഞുകൊണ്ട് അവൻ്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുവിനെന്ന്, കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. ഓരോ തവണയും പള്ളിയിലേക്ക് വരുമ്പോൾ യഹൂദര് ജെറുസലേം ദേവാലയത്തിലേക്ക് കയറുമ്പോൾ ചൊല്ലിക്കൊണ്ടിരുന്ന സങ്കീർത്തനമാണ് 100-ാം സങ്കീർത്തനം. ഇനി നമുക്കും പള്ളിയിലേക്ക് പോകുമ്പോൾ ചൊല്ലാവുന്ന സങ്കീർത്തനമാണ്. ശ്രമിച്ചു നോക്കും, നല്ലതാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാറയിലാണ് പള്ളിയിലേക്ക് പോകുന്നതെങ്കിൽ ഈ പോകുന്ന വഴിക്ക് കാറയിലിരുന്ന അപ്പനും അമ്മയും മക്കളും കൂടെ 100-ാം സങ്കീർത്തനം ചെല്ലട്ടെ. പോകുന്ന വഴിക്ക് ആരുടെയും കുറ്റം പറയണ്ട, വെറുതെ ആ പുണ്യം കളയാതെ, നമ്മൾ ആ ഒരുക്കം കളയാതെ. നടന്നാണ് പള്ളിയിൽ പോകുന്നതെങ്കിൽ പ്രിയമുള്ള എന്നെ കേൾക്കുന്ന ശ്രോതാവേ, എനിക്ക് അപേക്ഷിക്കാനുള്ളത് 100-ാം സങ്കീർത്തനം കാണാപ്പാഠം പഠിക്കുക. 100-ാം സങ്കീർത്തനം കാണാപ്പാഠം പഠിച്ചിട്ട് വീട്ടിൽ നിന്ന് കുർബാന പുസ്തകം കയ്യിലെടുത്ത് പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ വീട് വിട്ടിറങ്ങി പള്ളിയിൽ കയറുന്ന നേരം വരെ ആവർത്തിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് 100-ാം സങ്കീർത്തനം. 100-ാം സങ്കീർത്തനം 4-ാം വാക്യം, കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ, ദേവാലയ മുറ്റത്തേക്ക് ദൈവസ്തുതികൾ ആലപിച്ചുകൊണ്ട് നമുക്ക് പ്രവേശിക്കാമെന്ന്. അതായത് ഈ 3-ാമത്തെ രംഗത്തിൽ സുഖപ്പെട്ടവനെ, സൗഖ്യം അനുഭവിച്ചവനെ ഈശോ കാണുന്നത് ദേവാലയത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസ്തുതികൾ ആലപിച്ചുകൊണ്ട് അവൻ ചെലവഴിക്കുകയാണ്. അത് വലിയ സന്തോഷത്തിൻ്റെ കാരണമാണ് ഈശോയ്ക്ക്. പ്രിയമുള്ളവരെ, ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയവരല്ലേ നമ്മൾ? ദൈവത്തിൽ നിന്നും അർഹതയില്ലാഞ്ഞിട്ടും അനുഗ്രഹത്തിൻ്റെ പെരുമഴ നമ്മുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങി അത് അനുഭവിച്ചവരല്ലേ നമ്മൾ? എന്നിട്ട് നന്ദി പറയാൻ നമ്മൾ എത്ര വട്ടം പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്? നന്ദി പറയണം. നന്ദി പറയുന്നത് ദൈവം കാണണം. എന്നിട്ട് ഈശോ ഒന്നാമത് നന്ദി പറയുന്നത് അവനെ കണ്ടു. രണ്ടാമത് ഈ രംഗത്തിൽ ഈശോയും സുഖപ്പെട്ടവനും തമ്മിൽ വീണ്ടും കാണുന്ന ഈ 3-ാമത്തെ രംഗത്തിൽ ഈശോ അവനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. കൂടുതൽ മോശമായവ സംഭവിക്കാതിരിക്കാൻ കുഞ്ഞെ, നീ ഇനി പാപം ചെയ്യരുത്. പ്രിയമുള്ളവരെ, ഒരു കാലത്ത് മോശമായിട്ട് ജീവിച്ചിട്ട് വീണ്ടും ഈശോയുടെ വഴിയിലേക്ക് വന്നവരാണ് നിങ്ങളെങ്കിൽ, ഈ കേൾക്കുന്ന നീയെങ്കിൽ, ഒരു കാലത്ത് വലിയ തകർച്ചയിലൂടെ കടന്നു പോയിട്ട് ദൈവാനുഗ്രഹത്താൽ മാത്രം വീണ്ടും ഉയർപ്പിക്കപ്പെട്ടവനാണ് നീയെങ്കിൽ, ഒരു കാലത്ത് കഠിനമായ രോഗങ്ങളിലൂടെ കടന്നുപോയി കടക്കണിയിൽ തകർന്നിട്ട് ഇപ്പോൾ ദേ വീണ്ടും ആരോഗ്യത്തിലേക്ക്, സാമ്പത്തിക സ്ഥിരതയിലേക്ക്, മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വന്നവനാണ് നീയെങ്കിൽ, നിന്നോട് കർത്താവ് തമ്പുരാന് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ഇനിമേലിൽ പാപം ചെയ്യരുത്. കൂടുതൽ മോശമായവ സംഭവിക്കാതിരിക്കാൻ ഇനി നീ പാപം ചെയ്യരുത്. പാപം നമുക്ക് ആത്മീയ തകർച്ച മാത്രമല്ല, ഭൗതിക തകർച്ചകളും സമ്മാനിക്കുമെന്ന് ഓർക്കണം. പാപം നമ്മളെ ശാരീരികമായും സാമൂഹികമായും സാമ്പത്തികമായും ഒക്കെ തകർത്ത് കളയുമെന്ന് ഈശോ
ഓർമ്മപ്പെടുത്തുകയാണ്, ഇനി പാപം ചെയ്യാതിരിക്കുക എന്ന്. അപ്പോൾ ഈശോയും ഈ സുഖപ്പെട്ടവനും തമ്മിലുള്ള രംഗം കഴിഞ്ഞു. ഇനി ആരൊക്കെയാണ് കണ്ടുമുട്ടുന്നത്? ഇനി വീണ്ടും ഈശോയെ കണ്ടുമുട്ടാൻ ആര് വരും? യഹൂദർ വന്നിട്ട് ചോദ്യം ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ് സാപത്തിൽ നിഷിദ്ധമായത് പ്രവർത്തിച്ചത്? ഈശോയുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ സാപത്തിൻ്റെയും കർത്താവാണ്, ഞാൻ സാപത്തിൻ്റെയും കർത്താവാണ്, സാപത്തിൻ്റെയും അധികാരിയാണ്. അതായത് ഭൂമിയിലെ നിയമങ്ങളെക്കാൾ ഉപരിയായി സ്വർഗത്തിൻ്റെ നാഥനെ, ഈ നിയമം കൊണ്ട് നമ്മൾ ആരെയാണോ ആരാധിക്കുന്നത് ആ ദൈവത്തെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയണമെന്ന ഓർമ്മപ്പെടുത്തലുണ്ട് ഈ ഭാഗത്ത്. പ്രിയമുള്ളവരെ, ബേത്സൈദ കുളക്കരയിലെ ഈ സംഭവം, തളർവാദ രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്ന സംഭവം 1 മുതൽ 16 വാക്യം വരെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം ഒന്നുകൂടെ വായിക്കണം. ഒന്നുകൂടെ വായിക്കുമ്പോൾ നമ്മൾ ഈ കാഴ്ചകളിലൂടെ കടന്നു പോകും. ഒന്ന്, ഈശോയുടെ അല്ലെങ്കിൽ യോഹന്നാൻ ഉപയോഗിക്കുന്ന ശൈലി. ആദ്യം ഒരു അത്ഭുതം ചെയ്യും, എന്നിട്ട് ഈ 5-ാം അധ്യായം മുഴുവൻ ഇനി പഠിപ്പിക്കുകയാണ്, ഈശോയുടെ അധികാരത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഈശോ എന്തിനാണ് ദേവാലയത്തിൽ തിരുനാളിന് അവിടെ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്? ഈശോ ദേവാലയത്തിൽ പോയി ശീലിച്ചവനാണ്. 2, ഈശോ ദേവാലയത്തിൽ തിരുനാൾ സമയത്ത് പോയത് അവിടെ വെച്ച് അവനൊരു നല്ല ഓഡിയൻസിനെ കിട്ടും, നല്ല ശ്രോതാക്കളെ കിട്ടും, സുവിശേഷം പറഞ്ഞു കൊടുക്കാൻ ആ ഉദ്ദേശത്തോടെ പോയതാണ്. പിന്നെ 4 രംഗങ്ങൾ. 1-ാമത്തെ രംഗം കരുണയുടെ കുന്തിരിക്ക ഗന്ധമുള്ള രംഗം. ആരൊക്കെ തമ്മിൽ? ഈശോയും തളർവാദ രോഗിയും തമ്മിലുള്ള രംഗം. ആരുമില്ലെന്ന് കരയുന്നവനോട് ഈശോ പറയുന്നതേ, ഇത് കേൾക്കുന്ന നീ നിന്റെ സ്വീകരണ മുറിയിൽ മാത്രമല്ല, ആ വീട്ടിനുള്ളിൽ എന്നേക്കും ഒറ്റയ്ക്കായി പോയിട്ടുണ്ടെങ്കിൽ, ആരുമില്ലെന്ന് തോന്നലുണ്ടെങ്കിൽ ഓർക്കണേ, ഈശോ പറയുന്നു, ഞാനുണ്ട് നിനക്ക്, ഞാൻ നിനക്ക് കൂട്ടിനുണ്ട്. ആരുമില്ലെന്ന് തോന്നുന്നവരുടെ ജീവിതങ്ങളിലേക്ക് ഈശോ ഇറങ്ങി വരും, ഞാൻ കൂടെയുണ്ടെന്നുള്ള ഉറപ്പുമായിട്ട്. 2-ാമത്തെ രംഗം, മതത്തെ നിയമത്തിൻ്റെ ചട്ടക്കൂട്ടിലേക്ക് മാത്രം ഒതുക്കിയവർ, കരുണയും സ്നേഹവും ചങ്കിൽ വറ്റിപ്പോയവർ ഈ സുഖപ്പെട്ടവനെ കാണുന്ന രംഗം. 3-ാമത്, സുഖപ്പെട്ടവനെ ഈശോ വീണ്ടും കണ്ടിട്ട് ഓർമ്മിപ്പിക്കുകയാണ്, ദേവാലയത്തിൽ വെച്ച് കണ്ടത് നല്ല കാര്യം, ഇനിയും നന്ദിയുള്ളവനാകണം, ഒരു കാര്യം നീ ശ്രദ്ധിക്കണം, പാപം ചെയ്യരുത്. ഒടുവിലായി ഈശോ യഹൂദരോട് പ്രഖ്യാപിക്കുന്നു, ഞാൻ സാപത്തിൻ്റെയും അധികാരിയാണ്. സർവശക്തനായ ദൈവമേ, എല്ലാ നിയമങ്ങൾക്കും ഉപരിയായി നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ആരാധിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.